ഇന്ന് നമുക്ക് ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന 2014 റിലീസായ ഹൈവേ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, നായികയായ വീരയെ തീവ്രവാദികൾ കടത്തിക്കൊണ്ടു പോകുന്നു. എന്നാൽ ഈ വീരയാണെങ്കിലോ ഒരു ഘട്ടത്തിൽ തീവ്രവാദി നേതാവായിട്ടുള്ള മഹാബീറുമായി പ്രണയത്തിലാവുകയാണ്. എന്തുകൊണ്ടായിരിക്കാം വീരയ്ക്ക് മഹാബീറിനോട് പ്രണയം തോന്നിയത്? അവൾക്ക് വീട്ടിൽ അവൾ ഒട്ടും ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അതേ തുടർന്നാണ് മഹാബീറിൽ അവൾ സുരക്ഷിതയാണെന്നും അവൾക്ക് തോന്നി തുടങ്ങിയതും. എന്തായിരിക്കാം ആ ഒരു കാരണങ്ങൾ? പിന്നീട് എന്തൊക്കെ സംഭവിച്ചു? മഹാബീർ ആരാണ് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുന്നത് നായികയെ വീരയുടെ വിവാഹോരുക്കങ്ങൾ കാണിച്ചുകൊണ്ടാണ്. വിവാഹത്തിന് 2 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ വെച്ച് വീരയാണെങ്കിലോ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെയും കൊണ്ട് രാത്രി പുറത്തു പോകും. ഹൈവേയിലൂടെ തന്നെയും കൊണ്ടൊന്ന് കാർ ഓടിച്ചു പോകുമോന്ന് പയ്യനോട് ചോദിക്കുമ്പോഴോ താല്പര്യമില്ല എങ്കിലും അവൻ അവളെയും കൊണ്ട് പുറത്തു പോകും. എന്നാൽ നല്ല സ്പീഡിന് വണ്ടി ഓടിക്കെന്ന് വീര അവനോട് പറയുന്നുണ്ട്. പക്ഷേ അവനാണെങ്കിൽ അത് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. രാത്രിയായി, നമുക്ക് തിരികെ പോകാം എന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും. എന്നാൽ വീര പറയുന്നത്, കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏതെങ്കിലും മൗണ്ടൈനടുത്ത് പോയിട്ട് അവിടെ ഒരു വീട് വെച്ച് അവിടെ സെറ്റിലാകണം. നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നും ആഹാരം പാകം ചെയ്തു തരും. നല്ല രസമല്ലേ അവിടെ താമസിക്കുവാനായിട്ട്? നല്ല ഫ്രീഡത്തോടു കൂടി ജീവിക്കാം, ശുദ്ധവായു ശ്വസിക്കാം, ഇഷ്ടമുള്ള കാഴ്ചകളൊക്കെ കാണാം എന്നൊക്കെ വീര പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അവൻ വലുതായിട്ട് മൈൻഡ് ചെയ്യുന്നതേയില്ല. കാർ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്രോൾ പമ്പിൽ അവർ കാർ നിർത്തും. എന്നാൽ വീരയാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നു. പയ്യനാണെങ്കിൽ ഒരുപാട് തവണ അവളോട് അകത്തേക്ക് കയറുവാനായി പറയുന്നുണ്ട്. പക്ഷേ അവളത് കേൾക്കുന്നതേയില്ല. അവള് ഒരുപാട് ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആ പയ്യന് വല്ലാതെ ദേഷ്യം വരും. അതേ സമയമായിരുന്നു കുറെ തീവ്രവാദികൾ അവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടാക്കും. അവർ ഓടി വരുന്ന സമയത്ത് കാറിന് പുറത്തു നിൽക്കുന്ന വീരയെ കാണുന്നു. എന്നാൽ ആ കൂട്ടത്തിലുണ്ടായിരുന്ന തീവ്രവാദി നേതാവ് വീരയുടെ തലയിൽ തോക്ക് ചൂണ്ടുന്നു. അവരെ ഫോളോ ചെയ്തു വന്നവരെയൊക്കെ വിരട്ടുകയും ഒക്കെ ചെയ്യും. എന്നാൽ ഇത് കാറിലിരുന്ന് വീരയെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യൻ കാണുന്നുണ്ട്. പക്ഷേ അവൻ എന്നിട്ടൊന്ന് പ്രതികരിക്കുക പോലും ചെയ്തില്ല. എന്നാൽ ഈ തീവ്രവാദികൾ എല്ലാവരും അവനെ കാറിൽ നിന്ന് പുറത്താക്കി അതേ കാറും എടുത്ത് വീരയും കാറിലിരുത്തിയാണ് പോകുന്നതും. വീരയാണെങ്കിലോ വല്ലാതെ ബഹളം വയ്ക്കുന്നുണ്ട്. അവളോടൊന്നും മിണ്ടാതിരിക്കുവാനൊക്കെ അവർ പറയുകയും ഒക്കെ ചെയ്യും. എന്നിട്ട് ആ കാറിൽ പോകുന്നത് സേഫ് അല്ല എന്ന് ചിന്തിച്ച് മറ്റൊരു വണ്ടിയിൽ കയറി വീരയും കൊണ്ടവർ പോകുന്ന വഴിയിലെല്ലാം ഈ പെൺകുട്ടി ആരാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുമുണ്ട്. ഒരു ഘട്ടത്തിൽ അവർ പാടത്തിനടുത്തെത്തുന്ന സമയത്ത് വണ്ടി അവിടെ ഉപേക്ഷിച്ച് തീവ്രവാദികൾ എല്ലാവരും ഇറങ്ങി ഓടുന്നു. വീരയെ വണ്ടിയിലിരുത്തിയിട്ടാണ് പോകുന്നതും. എന്നാൽ കുറെ ദൂരം പോയി കഴിഞ്ഞതിന് ശേഷം അതിലൊരാൾ തിരികെ വരുന്നു. എന്നിട്ട് വണ്ടിയിലിരിക്കുന്ന വീരയെ വലിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ്. ഞാൻ നിങ്ങളെപ്പറ്റി ഒന്നും ആരോടും പറയത്തില്ല, എന്നെ വെറുതെ വിടണമെന്നൊക്കെ വീര കെഞ്ചും. എന്നാലും തീവ്രവാദി നേതാവ് പറയുന്നതോ, നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല, നിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോവുക, നീ ഞങ്ങളെ ഒറ്റുകൊടുത്താലോ എന്നൊക്കെയാണ് തീവ്രവാദി നേതാവ് പറയുന്നതും. വീര എത്ര തന്നെ താൻ ആരോടും പറയില്ല എന്ന് കെഞ്ചിയിട്ടും അവർ കേൾക്കുന്നതേയില്ല. അവരവളെ കൊണ്ടുവന്ന് ഒരു വീടിനുള്ളിലായി അടച്ചിടുകയാണ്. എന്നിട്ടതിൽ തീവ്രവാദി നേതാവായ മഹാബീർ അവളുടെ അടുത്ത് വന്നിട്ട്, നീ ആരാ, നിന്റെ പേരെന്താന്നൊക്കെ ചോദിക്കും. അപ്പോൾ വീരയാണെങ്കിൽ വീര എന്ന് പറയുന്നു. നിന്റെ ഫുൾ നെയിം എന്താന്ന് ചോദിക്കുമ്പോൾ വീര ത്രിപാഠി എന്ന് പറയും. ത്രിപാഠി എന്ന് കേട്ടതും മഹാബീർ ഞെട്ടിപ്പോകുന്നു. മഹാബീർ പുറത്തേക്ക് വന്നിട്ട് തന്റെ കൂട്ടാളികളോട് ഇതാ ത്രിപാഠിയുടെ മകളാണെന്ന് പറയുന്നു. അത് കേട്ടതും കൂട്ടാളികൾ എല്ലാവരും ഞെട്ടിപ്പോകും. ത്രിപാഠിയോ? അയാളൊരു വലിയ ബിസിനസ്മാൻ അല്ലേ? മാത്രമല്ല രാഷ്ട്രീയത്തിലേക്ക് നല്ല പിടിപാടും. ഈ കാര്യമങ്ങാനും അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണെന്നും എല്ലാവരും പേടിക്കുവാനായും തുടങ്ങി. അത് കേട്ട് മഹാവീർ പറയുന്നത്, ത്രിപാഠി വലിയ ആളാണെങ്കിൽ അതിനിപ്പോൾ എന്താ? ഇപ്പോൾ ഏതെങ്കിലും പാവപ്പെട്ട പെൺകുട്ടികളാണ് പണക്കാരുടെ കയ്യിൽ പെട്ടിരുന്നെങ്കിൽ അവരവളെ വെറുതെ വിടുമോ? ഇല്ലല്ലോ. നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുവന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്റെ കൂടെ നിൽക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നോക്കിക്കോളാം. എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. എന്നെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവളെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് വിറ്റ് കളയുമെന്നും മഹാവീർ പറയുന്നു. എന്നാൽ വീരയെ കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. വീരയുടെ അടുത്തേക്ക് ഈ മഹാബലിന്റെ കൂട്ടത്തിലുള്ള ഗുരു എന്നൊരാൾ വരികയാണ്. എന്താ നിനക്ക് വേദനിച്ചോ എന്ന് ചോദിച്ച് അവളുടെ ദേഹത്തേക്ക് വല്ലാതെ തൊടുന്നു. അത് മോശമായിട്ടുള്ള തൊടലാണെന്നുള്ള കാര്യം വീരയ്ക്ക് മനസ്സിലായി. പക്ഷേ വീരയ്ക്ക് ഒന്നും തന്നെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. അവളുടെ വായിലും തുണി തിരുകി വെച്ചിരിക്കുന്നു, കൈയും കെട്ടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് ഒന്നും മിണ്ടാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ വീരയെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുവാനായിട്ട് ഒരു വാനിൽ കയറ്റുകയാണ്. ആ വണ്ടിയിൽ വീരയും
മഹാബീറും പിന്നെ ഗുരുവും മറ്റൊരു ഫ്രണ്ടുമാണുള്ളത്. ഇവർ അന്നേ ദിവസം മുഴുവൻ ആ വണ്ടിയിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. എന്നിട്ടൊരു ഭായിയുടെ അടുത്തെത്തും. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇവിടെ കഴിഞ്ഞു എന്നും ഭായ് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം വണ്ടിയിലിരിക്കുന്ന വീരയ്ക്കടുത്തേക്ക് ഗുരു ചെല്ലുകയാണ്. ഗുരുവാണെങ്കിലോ അവളുടെ വായിൽ നിന്നും ആ തുണി പുറത്തേക്കെടുക്കും. ചുണ്ടൊക്കെ വരണ്ടു പോയല്ലോ എന്ന് ചോദിച്ച് അവളുടെ ചുണ്ടിലൊക്കെ തൊടുന്നു. അത് മോശമായിട്ടാണ് അയാൾ തൊടുന്നതെന്നുള്ള കാര്യം വീരയ്ക്ക് മനസ്സിലായി. മാറിപ്പോയെന്ന് പറഞ്ഞ് അവൾ തള്ളി മാറ്റുകയും ജനലിന്റെ അടുത്തായിട്ട് ചെന്നിരുന്ന് അവൾ ഉറക്കെ കരയുകയും ചെയ്യുന്നു. എന്നാൽ അവളുടെ കരച്ചില് പുറത്തു നിൽക്കുന്ന മഹാബീർ കേൾക്കും. ഉടനെ തന്നെ മഹാബീർ വണ്ടിക്കടുത്തേക്ക് വന്നിട്ട് ഗുരുവിനോട് എന്താ ഇവിടെയെന്ന് ചോദിക്കും. എന്നാൽ ഗുരു പറയുന്നതോ അത് ഞാൻ ഇവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായി നോക്കിയതാണെന്ന് കള്ളം പറയുകയും ചെയ്യും. ഗുരുവിന്റെ പ്രവൃത്തികളൊക്കെ മഹാബീറിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അവർ വീരയും കൊണ്ട് ഒരു വലിയ പഴയ ഫാക്ടറിയിലേക്കാണ് എത്തുന്നത്. അവിടെ വീരയെ കൊണ്ടുവന്ന് അടച്ചിടുകയും അവൾക്ക് കഴിക്കുവാനായിട്ട് ആഹാരവും കൊടുക്കുന്നു. അങ്ങനെ വീരയാണെങ്കിലോ ആ ആഹാരമൊക്കെ ആർത്തിയോട് വാരി വലിച്ച് കഴിക്കുകയാണ്. അതേസമയമായിരുന്നു അവിടെ ഒരു ഡോറ് തുറന്നു കിടക്കുന്നത് അവൾ കാണുന്നതും. ഉടനെ തന്നെ വീര ആ ഡോറ് തുറന്ന് രക്ഷപ്പെടുവാനായി നോക്കുന്ന സമയമായിരുന്നു മഹാബീർ അവിടേക്ക് വന്നതും ലൈറ്റ് ഇടുന്നതും. അതോടെ മഹാബീറിന് വീര രക്ഷപ്പെടുവാനായി ശ്രമിക്കുന്നതാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ വീരയെ മഹാബീർ അവിടെ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോകും. വീരയെ പുറത്തേക്ക് കൊണ്ടുവന്ന മഹാബീർ നീ രക്ഷപ്പെടുവാനല്ലേ നോക്കിയത്, ദേ നീ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചു തള്ളുന്നു. കിട്ടിയ അവസരമായി കരുതി വീര അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകും. എന്നാൽ വീര എത്ര തന്നെ ഓടിയിട്ടും അവിടെ ഒരു വീടോ റോഡോ ഒന്നും തന്നെ അവൾ കാണുന്നതേയില്ല. അവൾ ഓടി ഓടി അവസാനം അവൾ തറയിൽ വീഴുകയും ഒക്കെ ചെയ്യും. എന്നിട്ടും അവൾ എഴുന്നേറ്റ് ഓടുന്നു. എന്നിട്ട് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടുകൂടി വീണ്ടും അവൾ ഏത് വഴിയാണോ പോയത് അതേ വഴിയെ തന്നെ തിരിച്ച് മഹാവീറിന്റെ അടുത്തേക്ക് വരും. നീ എത്ര തന്നെ ഓടിയാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഈ ഒരു സ്ഥലത്ത് വീടുമില്ല, ഒരു വഴിയുമില്ല. ആകെയുള്ളത് ഈ ഒരു ബിൽഡിംഗ് മാത്രമാ. നീ എത്ര തന്നെ ശ്രമിച്ചാലും ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടാനാകില്ല എന്നും മഹാബീർ പറയുന്നു. അതോടെ വീരയുടെ പ്രതീക്ഷയെല്ലാം നഷ്ടമായി. അവളെ അവർ വീണ്ടും അകത്ത് കൊണ്ടുവന്ന് പൂട്ടിയിടും. അങ്ങനെ അടുത്ത ദിവസം മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാനായിട്ട് എല്ലാവരും റെഡിയാവുകയായിരുന്നു. വീര അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, എന്നെ ഇതിനകത്ത് അടച്ചിട്ടിരിക്കാതെ എനിക്ക് വട്ടെടുക്കുന്നു. ഞാൻ ബഹളം വെക്കില്ല, രക്ഷപ്പെടാനായി നോക്കില്ല. എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്കുമെന്ന് വീര പറയും. അങ്ങനെ അവർ അവളെ പുറത്തേക്ക് ഇറക്കുകയാണ്. വീര കുറേ നേരം അവിടെ ഇരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം വീര മുഖം കഴുകുവാനായി പോകും. അതേ സമയമായിരുന്നു ഗുരു അവിടേക്ക് വരുന്നത്. വീണ്ടും ചുണ്ടൊക്കെ വരണ്ടു പോയല്ലോ എന്ന് പറഞ്ഞ് അവളെ കിസ് ചെയ്യുവാനായിട്ട് ഗുരു ശ്രമിക്കുന്നു. അവളെ ഭിത്തിയിൽ ചാരി നിർത്തിയിട്ട് മോശമായി പെരുമാറുവാനായി നോക്കുന്ന സമയമായിരുന്നു മഹാബീർ അവിടേക്ക് വരുന്നതും. നീ എന്ത് ചെയ്യുകയെന്ന് ഗുരുവിനോട് ചോദിക്കും. ഗുരു പറയുന്നത് എന്തായാലും ഇവളെ വിൽക്കാൻ പോകുകയല്ലേ, അതിനു മുൻപ് ഞാനൊന്ന് അവളെടുത്ത് എന്നിങ്ങനെ പറഞ്ഞതും ദേഷ്യമെന്ന മഹാബീർ അവനിട്ടൊരെണ്ണം കൊടുക്കും. ഒരു പെണ്ണിനത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവളോട് അങ്ങനെ പെരുമാറരുത്. ഇനി മേലാൽ നിന്നെ ഇവിടെ കണ്ടുപോകരുത്, ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ഓടിച്ചു വിടുന്നു. മഹാബീറിന്റെ ആ ഒരു പ്രവൃത്തി വീരയ്ക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ അവർ വീണ്ടും വീരയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് യാത്രയായി. ഒരു സ്ഥലത്ത് വെച്ച് യൂറിൻ പാസ് ചെയ്യുവാനായിട്ട് വണ്ടി നിർത്തും. അങ്ങനെ മഹാബീർ ആണെങ്കിൽ യൂറിൻ പാസ് ചെയ്യുവാനായി പോകുന്ന സമയം വണ്ടിയിൽ നിന്നും വീര ഇറങ്ങിപ്പോകുന്നു. വീരയെ കാണുന്നതേയില്ല. മഹാബീർ തോക്കുമെടുത്ത് അവളെ അവിടെ മാകെ അന്വേഷിക്കും. അപ്പോൾ ഒരു കുഴിയിൽ നിന്നും വീര വിളിച്ചു പറയുന്നുണ്ട്, ഇങ്ങോട്ട് വരരുത്, അവിടെ നിൽക്കെന്ന്. അങ്ങനെ മഹാബീർ തിരിഞ്ഞു നിൽക്കും. നീ എന്താ അവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ വണ്ടി നിർത്തിയത്, അതിനു വേണ്ടിയിട്ട് തന്നെയാ ഞാനും ഇറങ്ങിയത്, ഞാനും മനുഷ്യനല്ലേ എന്നാണ് വീര ചോദിക്കുന്നതും. അങ്ങനെ അവർ വീണ്ടും തിരികെ പോകുവാനായിട്ട് വണ്ടിയിൽ കയറുന്ന സമയം തന്നെ വീര പറയുന്നുണ്ട്, എനിക്ക് ആ പുറകിൽ ഇരിക്കുവാനായിട്ട് വയ്യ, ഞാനും നിങ്ങളോടൊപ്പം ഫ്രണ്ടിൽ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. മഹാബീർ അതിന് സമ്മതിക്കും. അങ്ങനെ വീരയെ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ടാണ് വീണ്ടും അവിടെ നിന്നും യാത്ര ആരംഭിച്ചത്. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് രാത്രിയായി. പോലീസ് ചെക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ വീരയെ അവർ വണ്ടിയുടെ പുറകിൽ കയറ്റും. അപ്പോഴേക്കും പോലീസുകാർ വണ്ടി തടഞ്ഞു നിർത്തിയിരുന്നു. വണ്ടിയിൽ എന്താന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് മഹാബീർ പറയും. എന്നാലും പോലീസുകാർക്ക് വിശ്വാസമായില്ല. വണ്ടി ചെക്ക് ചെയ്യണമെന്ന് തന്നെ പോലീസുകാർ പറയുന്നു. അങ്ങനെ മഹാവീറിന്റെ കൂട്ടുകാരനാണെങ്കിലോ വണ്ടിയുടെ പുറകുവശം ഓപ്പൺ ആക്കുവാനായി പോകും. പോലീസുകാർ വീരയെ പൊക്കുകയാണെങ്കിൽ അവരെ വെടിവെച്ച് കൊന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് മഹാബീർ തോക്കുമെടുത്ത് നിൽക്കുകയാണ്. പക്ഷേ വണ്ടിയുടെ ബാക്ക് ഓപ്പൺ ആക്കി നോക്കുന്ന സമയത്ത് അതിൽ വീരയില്ല. പോലീസുകാരാണെങ്കിലോ അവരോട് പൊക്കിയോളുവാനും പറയും. വണ്ടി കുറച്ചു ദൂരം മുന്നോട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് വീരയെ പോയി നോക്കുകയാണ്. അപ്പോഴേക്കും ദേ വീര അവിടെ ഇരിക്കുന്നു. പോലീസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നീ എവിടെ ആയിരുന്നു എന്ന് ചോദിക്കും. അത് ഞാൻ ഇതിന്റെ മുകളിൽ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു എന്നായിരുന്നു വീരയുടെ മറുപടി. നീ എന്താ രക്ഷപ്പെട്ടു പോകാത്തത്, പോലീസുകാരല്ലേ ചെക്കിങ്ങിന് വന്നത്, നിനക്ക് ഞങ്ങളെ ഒറ്റുകൊടുത്തിട്ട് പൊക്കിവിടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എന്തോ എനിക്കിതിന് തോന്നിയില്ല എന്നായിരുന്നു വീരയുടെ മറുപടിയും. വീര അവർക്കൊപ്പമുള്ള യാത്ര ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും യാത്ര ആരംഭിച്ചു. ഫുഡ് കഴിക്കുവാനായി വണ്ടി ഒതുക്കുന്ന സമയം തന്നെ വീര കുറേ കാര്യങ്ങൾ മനസ്സ് തുറന്ന് മഹാബീറിനോട് പറയും. വീര പറയുന്നത് കുട്ടിക്കാലത്ത് തന്റെ അങ്കിൾ ഒരുപാട് ചോക്ലേറ്റുമായി വരുമായിരുന്നു. എന്നിട്ട് ആ ചോക്ലേറ്റ് ഒക്കെ എനിക്ക് തരും, എന്നെ ഒരുപാട് കൊഞ്ചിക്കും.
എന്നിട്ട് എൻ്റെ വാ പൊത്തിയിട്ട് എന്നെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയി എന്നോട് മോശമായി പെരുമാറി. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കൊല്ലുമെന്ന് വിരട്ടി. അതുകൊണ്ട് പേടിച്ച് ഞാൻ ആരോടും പറഞ്ഞില്ല. ഒരു ഘട്ടത്തിൽ ഞാൻ എൻ്റെ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞു. എന്നാൽ അമ്മയാണെങ്കിൽ ഇതാരോടും പറയരുതെന്നായിരുന്നു എന്നോട് പറഞ്ഞിരുന്നത്. അതോടെ എനിക്ക് ആരോടും ഒരു കാര്യവും പറയാൻ കഴിയാതെയായി. പക്ഷേ നിങ്ങൾ ഇന്ന് ആ ഗുരുവിനെ തല്ലിയില്ലേ, അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന്. അതും പറഞ്ഞ് വീര പൊട്ടിക്കരയുകയാണ്. എന്നാൽ മഹാവീറാണെങ്കിൽ അതെല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കും. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വണ്ടിയിൽ കയറുവാനായി പോകുന്ന സമയത്ത് വീരയ്ക്ക് മഹാബീർ ഡോറ് തുറന്നു കൊടുക്കും. എന്നാൽ വീരയാണെങ്കിലോ എന്താലോചിച്ചു എന്നറിയില്ല, മഹാബീറിനെ കെട്ടിപ്പിടിക്കുകയാണ്. മഹാബീർ ഒരു പ്രതിമയെ പോലെ തന്നെ നിൽക്കുകയാണ്. മഹാബീറിനും എന്ത് പറയണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അവർ വീണ്ടും യാത്ര ആരംഭിക്കുന്നു. എന്നാൽ ആ ഒരു യാത്രയാണെങ്കിലോ അവൾ ഒരുപാട് എൻജോയ് ചെയ്തു തുടങ്ങി. പക്ഷേ അവളുടെ വീട്ടുകാരാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും നടത്തുകയാണ്. നാട് മുഴുവൻ അന്വേഷണം. എന്നാൽ വീരയാണെങ്കിലോ ഒരു ടൂറിന് വന്നതുപോലെയാണ് അവരോട് യാത്ര നടത്തുന്നതും. അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുള്ളൊരു ഫീല് പോലും അവൾക്കില്ല. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്തേക്കും എത്തുന്നു. അവിടെ വെച്ച് വീരയുടെ ഫോട്ടോ എടുക്കുകയാണ്. അവളുടെ കയ്യിൽ ഒരു ബംഗാളി ന്യൂസ് പേപ്പറും കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് ഫോട്ടോ എടുക്കുവാനായി നിൽക്കുന്നതും. പക്ഷെ അവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കും. ഒന്ന് പേടിക്ക്, നിന്റെ ഫോട്ടോ എടുക്കുവാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാതെ എന്ന് എത്ര പറഞ്ഞിട്ടും വീര ചിരിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അവളുടെ ഫോട്ടോ വീട്ടുകാർക്ക് അയച്ചു കൊടുത്ത് വീട്ടുകാരെ വിരട്ടുവാനായിട്ടുള്ള പ്ലാനാണ് അവരുടേത്. വീര ജോളിയായിട്ട് നിൽക്കുന്നത് കണ്ട് മഹാബീറിന്റെ കൂട്ടുകാരൻ മഹാബീറിനോട് പറയുന്നുണ്ട്, അവൾ എന്താ ഇത്ര ചിരിച്ച് സന്തോഷിച്ച് നിൽക്കുന്നത്, എനിക്കെന്തോ ശരിയായി തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ മഹാബീർ പറയുന്നത്, പാവപ്പെട്ട പെൺകുട്ടികൾ പണക്കാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവന്മാരവളെ പിച്ച് ചീന്തും. പക്ഷേ നമ്മൾ അവളെ അങ്ങനെ ചെയ്തില്ലല്ലോ. എന്നാൽ നമ്മൾ അവളെ നാളെ വിൽക്കാൻ പോവുകയാണെന്നും മഹാബീർ പറയുന്നു. അന്നേ ദിവസം രാത്രി മഹാബീർ ഷൂ തച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വീര അവിടേക്ക് വരും. മഹാബീർ എന്തോ ഒരു പാട്ട് പാടുന്നുണ്ടായിരുന്നു. ആ പാട്ട് കേട്ട വീര ആ ഒരു പാട്ട് അവൾ പാടുവാനായും തുടങ്ങി. എന്നാൽ മഹാബീർ പറയുന്നുണ്ട്, മിണ്ടാതിരിക്കെ, ആ പാട്ടൊന്നും പാടരുതെന്ന്. പക്ഷേ വീര കേൾക്കുന്നതേയില്ല. അവൻ ദേഷ്യപ്പെടുമ്പോഴും നിങ്ങളെ കണ്ട് എനിക്ക് പേടി തോന്നുന്നില്ല എന്നായിരുന്നു വീരയുടെ മറുപടിയും. എന്നാൽ ദേഷ്യപ്പെട്ട് മഹാബീർ താഴേക്ക് ഇറങ്ങി പോകുമ്പോഴും അവൾ ആ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. ആ പാട്ട് കേട്ടതും മഹാബീർ കരയുവാനായും ആരംഭിച്ചു. സത്യത്തിൽ അത് മഹാബീറിന്റെ അമ്മ പാടുന്ന പാട്ടായിരുന്നു. അപ്പോൾ അവന് കുട്ടിക്കാലത്തെ കുറേ ഓർമ്മകൾ വരും. അവന്റെ അമ്മ അവനെ നന്നായിട്ടായിരുന്നു സ്നേഹിച്ച് വളർത്തിയിരുന്നതും. മഹാബീറിന്റെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. അമ്മയുടെ ജോലി അവന് ഒട്ടും ഇഷ്ടമല്ല. അച്ഛനും അവനെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടെ നിന്ന് നാടുവിട്ടു പോയതും. അങ്ങനെ മഹാബീറാണെങ്കിൽ തന്റെ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം വീരയെ വിൽക്കുവാനായിട്ട് കൊണ്ടുപോവുകയാണ്. കൂട്ടുകാരനോട് എവിടെയാണ് അവളെ വിൽക്കുന്നതെന്നൊന്നും പറഞ്ഞതേയില്ല. വീരയ്ക്ക് പക്ഷെ അതറിയത്തില്ല. ഒരു സ്ഥലത്ത് കൂട്ടുകാരൻ അവരെ ഇറക്കി വിടും. അങ്ങനെ മഹാവീർ ആണെങ്കിൽ വീരയും കൊണ്ട് നടന്നു പോകുന്ന സമയത്തെല്ലാം മഹാവീർ വീരയെ തന്നെ നോക്കുന്നു. എന്നിട്ട് ഒരു സ്ഥലം എത്തിയപ്പോൾ അവളുടെ കയ്യിൽ മൊബൈലും കൊടുത്തിട്ട്, ദേ ആ കാണുന്നത് പോലീസ് സ്റ്റേഷനാണ്, നീ അവിടേക്ക് പോകണം. എന്നിട്ട് നീ എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. നിന്റെ വീട്ടിലേക്ക് നീ തിരികെ പോകണമെന്നും മഹാവീർ പറയുന്നു. എന്നാൽ വീരയാണെങ്കിലോ താൻ പോകില്ല എന്ന് തന്നെ പറയും. നിന്റെ ഉദ്ദേശം എന്താ? എന്നെ കല്യാണം കഴിച്ച് എന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് ഇവിടെ ജീവിക്കാനായിട്ടാണോ നീ നോക്കുന്നത്? അതൊരിക്കലും നടക്കില്ല. ഞാൻ എപ്പോഴായാലും മരിക്കാൻ പോകുന്ന ആളാ. പക്ഷേ എന്റെ കൂടെ നീ മരണപ്പെടരുത് എന്ന് മഹാബീർ പറഞ്ഞിട്ട് അവളെ നേരെ വലിച്ചിഴച്ച് അവിടെ ഉണ്ടായിരുന്നൊരു പോലീസിന്റെ ദേഹത്തേക്ക് ഇട്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് അവൻ ഓടിപ്പോകുന്നു. എന്താ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് വീര അവിടെ നിന്ന് ഓടിക്കളയും. എന്നിട്ട് ബസ് കയറി ബസ് സ്റ്റാൻഡിലേക്കും എത്തുകയാണ്. അവളാണെങ്കിൽ അവിടെ മുഴുവൻ മഹാവീറിനെ തിരക്കും. ഒരു ഘട്ടത്തിൽ മഹാബീർ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. അവൻ വീരയെ കാണും. വീരയെ കണ്ടതും ഉടനെ തന്നെ അവൻ തിരിഞ്ഞു കളയും. പക്ഷെ വീര അവനെ കാണുന്നുണ്ടായിരുന്നു. വീര ഓടി മഹാബീറിനടുത്തേക്ക് വരുന്നു. മഹാബീറിനടുത്തേക്ക് ഓടി വന്ന വീര, എന്താ എന്നെ കളഞ്ഞിട്ട് പോകാമെന്ന് നിങ്ങൾ കരുതിയോ എന്ന് അവനോട് ദേഷ്യപ്പെടുന്നു. മഹാബീർ പറയുന്നത്, നീ എന്തായി കാണിക്കുന്നത്, എന്റെ അടുത്ത് നിന്ന് ദൂരേക്ക് മാറി നിൽക്കുക എന്നായിരുന്നു. അങ്ങനെ വീര അവിടെ നിന്നും മാറി തൂണിൽ ചാരി നിന്ന് കരയുവാനായും തുടങ്ങി. വീരയുടെ മുഖത്തെ കുട്ടിത്തം കണ്ടതും അറിയാതെ മഹാബീർ ആണെങ്കിൽ ചിരിക്കുവാനായും തുടങ്ങി. ആദ്യമായിട്ടാണ് മഹാബീർ ചിരിക്കുന്നത് വീര ഒന്ന് കാണുന്നത് തന്നെ. അവളും ചിരിച്ചു പോകുന്നു. അങ്ങനെ മഹാബീർ ആണെങ്കിൽ വീരയ്ക്ക് വേണ്ടിയിട്ടും ഒരു ടിക്കറ്റ് എടുത്തിട്ട് അവളുടെ അടുത്ത് കൊണ്ടൊന്ന് കൊടുത്തിട്ട് പോകും. രണ്ടാളും അവിടെ നിന്ന് ഒരുമിച്ച് ബസ് കയറും. എന്നാൽ ഒരു സ്ഥലത്തെത്തി അവർ ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് ബസ്സിന് മുകളിൽ കയറി യാത്ര ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെന്നും വീര പറയുന്നു. ഉടനെ തന്നെ മഹാബീർ അവളെ ബസ്സിന് മുകളിലേക്ക് കയറ്റും. ബസ് എടുക്കുന്ന സമയത്ത് വീരയ്ക്ക് നന്നായിട്ട് കുളിരുവാനായും തുടങ്ങി. അവൾ പതിയെ മഹാബീറിന്റെ ദേഹത്തേക്ക് ചായുന്നു. മഹാബീർ ആണെങ്കിൽ തന്റെ പുതപ്പ് അവൾക്കും പുതപ്പിച്ചു കൊടുക്കുന്നു. പതിയെ പതിയെ അവന്റെ ദേഹത്തേക്ക് ചാരി കിടക്കുകയാണ് വീര. അവർക്കിടയിൽ ഒരു ബോണ്ടിങ്ങും ഉണ്ടാകുന്നുണ്ട്.
മഹാവീറും വീരയും മനോഹരമായ സ്ഥലത്ത് വന്നിറങ്ങുകയാണ്. വീരയ്ക്ക് ആ സ്ഥലം കണ്ടതും ഒരുപാട് ഇഷ്ടമായി. അവരാണെങ്കിൽ മലമുകളിലൂടെയൊക്കെ നടന്നു പോവുകയാണ്. ഒരുപാട് മഞ്ഞും വീഴുന്നുണ്ട്. നടന്ന് നടന്ന് അവസാനം ഒരു സ്ഥലത്തിരിക്കുകയാണ്. മഹാവീറിന്റെ കയ്യിൽ തോക്കിരിക്കുന്നത് കണ്ട് ആ തോക്കൊന്ന് എനിക്ക് തരുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവൻ ഒന്ന് കാണുവാൻ വേണ്ടിയിട്ട് മാത്രം കൊടുക്കും. പക്ഷേ വീര അതെടുത്ത് വെച്ച് കളിക്കുവാനായും തുടങ്ങി. അതിങ്ങ് എടുത്തേന്ന് പറഞ്ഞ് വീരയോട് ദേഷ്യപ്പെടും. എന്നിട്ട് വീണ്ടും അവളെയും കൊണ്ട് അവിടെ നിന്ന് നടക്കുവാനായും ആരംഭിച്ചു. നടന്ന് നടന്ന് അവർ രണ്ടുപേരും വന്നെത്തിയത് ഒരു മനോഹരമായ അരുവിയുടെ അടുത്താണ്. ആ അരുവി കണ്ടതും വീരയ്ക്ക് അവളുടെ ഫീലിങ്സ് കൺട്രോൾ ചെയ്യുവാനേയും കഴിഞ്ഞില്ല. വീടിനുള്ളിൽ അടഞ്ഞു കിടന്ന വീര ആ ഒരു അരുവി കണ്ടതും അവളുടെ ഇമോഷൻസ് ഒക്കെ പുറത്തു വരികയും അവൾ കരയുവാനേയും ആരംഭിച്ചു. അത് കണ്ടതും മഹാബീറും അത് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് നടന്ന് അന്നേ ദിവസം താമസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു വീടെടുക്കും. ആ ഒരു വീട് കണ്ടതും വീര അവളുടെ സ്വപ്നത്തിൽ എങ്ങനെ ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചു അതുപോലെ തന്നെ ഒരു വീട് അവൾക്ക് കിട്ടിയിരിക്കുന്ന സന്തോഷത്തിൽ അവൾ അകത്തേക്ക് കയറുന്നു. എന്നിട്ട് അവൾ ഉടനെ തന്നെ മാഗി വേവിക്കുവാനായും തുടങ്ങി. പുറത്തുനിന്നില് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ആഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് മഹാബീറിനെ പുറത്താക്കും. മഹാബീറാണെങ്കിൽ വീര എന്ത് ചെയ്യുന്നെന്ന് അവിടെ എത്തി നോക്കുന്നു. അപ്പോൾ അവൾ വീടൊക്കെ വൃത്തിയാക്കുകയും ആഹാരം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ട് അവനവന്റെ അമ്മയെ ഓർമ്മ വരും. ഇതുവരെയും അമ്മ കഴിഞ്ഞാൽ ആരും അവനെ അത്ര നന്നായിട്ട് കെയർ ചെയ്തിട്ടുമില്ല. അവന് വേണ്ടിയിട്ട് ആഹാരം പോലും പാചകം ചെയ്തിട്ടില്ല. പക്ഷേ അതെല്ലാം വീര ചെയ്യുന്നത് കണ്ട് അവൻ വല്ലാതെ പൊട്ടിക്കരയുവാനേയും ആരംഭിക്കുന്നു. ഉടനെ തന്നെ വീര പുറത്തേക്ക് വരുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മഹാബീറിനെയാണ് കാണുന്നതും. കരയുന്ന മഹാബീറിനെ വീര ഒരുപാട് ആശ്വസിപ്പിക്കുന്നു. അന്നേ ദിവസം രാത്രി രണ്ടുപേരും ഒരുമിച്ചാണ് കിടന്നതും. മഹാബീറിന്റെ അടുത്ത് അവൾ ഒരുപാട് സുരക്ഷിതയായിരുന്നു. മാത്രമല്ല ഒരച്ഛന്റെ നെഞ്ചിൽ കുഞ്ഞെങ്ങനെ കിടന്നുറങ്ങുന്നു അതുപോലെ തന്നെയാണ് മഹാബീറിന്റെ നെഞ്ചിൽ കിടന്ന് അന്ന് വീര ഉറങ്ങിയതും. അടുത്ത ദിവസം രാവിലെ ഉറക്കമുണ്ടിരുന്ന മഹാബീർ വീരയെ കാണുന്നില്ല. വീരയെ നോക്കുമ്പോഴോ വീര വലിയൊരു പാറയുടെ മുകളിലിരിക്കുകയാണ്. മഹാബീർ ഉടനെ തന്നെ വീരയ്ക്കടുത്തേക്ക് പോകും. അപ്പോഴേക്കും ഒരു വെടിയൊച്ച കേട്ട് വീര തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച വെടിയേറ്റ് തറയിൽ വീഴുന്ന മഹാബീറിനെയാണ്. വീരയെ അന്വേഷിച്ച് അവളുടെ അച്ഛനും കുറെ പട്ടാളക്കാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരാണ് മഹാബീറിനെ വെടിവെച്ചതും. എന്നാൽ വീര അലറിക്കൊണ്ട് മഹാബീറിന് അടുത്തേക്ക് ചെല്ലുന്നു. വെടിവെക്കരുതെന്ന് അവൾ ഒരുപാട് അലറിക്കരയും. അങ്ങനെ അവരാണെങ്കിൽ തോക്ക് താഴെ വെക്കുകയാണ്. വീര മഹാബീറിനോട് പറയുന്നുണ്ട്, നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന്. വീര കരയുന്നത് കണ്ട് അവളുടെ അച്ഛനാണെങ്കിൽ ഉടനെ തന്നെ മഹാബീറിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നും പറയും. അങ്ങനെ ഹോസ്പിറ്റലിലായിരുന്ന വീരയെ കാണുവാൻ വേണ്ടിയിട്ട് അവളുടെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ആ പാവത്തിന് വെടിവെച്ചത്? അവൻ പാവമാണ്, മഹാബീർ ഒരു നല്ല മനുഷ്യനാണെന്നൊക്കെ വീര കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ വീരയുടെ മാനസികാവസ്ഥ അത്ര ശരിയല്ല എന്ന് മനസ്സിലായ ഡോക്ടറാണെങ്കിലോ അവളെ ഇഞ്ചക്ഷൻ വെച്ച് മയക്കുകയും ചെയ്തു. പക്ഷേ അതേസമയം തന്നെ മഹാബീറും മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. വീരയെ വീട്ടിലേക്ക് കൊണ്ടുവരും. 2 ദിവസം അവൾ വീട്ടിൽ റെസ്റ്റ് എടുക്കും. വീരയെ കാണുവാൻ വേണ്ടിയിട്ട് അവളുടെ സ്വന്തക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അവർ വഴിയാണ് മഹാബീർ മരണപ്പെട്ട കാര്യവും വീര അറിഞ്ഞതും. അതവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അതേസമയം തന്നെ വീരയെ കല്യാണം കഴിക്കുവാനായിട്ടിരുന്ന ഒരു പയ്യനും അവന്റെ വീട്ടുകാരും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. കല്യാണത്തിന്റെ കാര്യമാണ് വീണ്ടും സംസാരിക്കുന്നതും. അവിടേക്ക് വീര പതിയെ പതിയെ ഇറങ്ങി വരുന്നു. എന്നിട്ട് അവൾ മഹാബീറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയും. മഹാബീർ എത്ര നല്ല മനുഷ്യനായിരുന്നുവെന്നും മഹാബീറിനടുത്ത് അവൾ എത്ര സുരക്ഷിതയായിരുന്നു എന്നുമൊക്കെ അവൾ അവിടെ ഇരുന്ന് പറയുന്നു. അതേസമയമായിരുന്നു വീര അവളുടെ മാമനെ കണ്ടതും. മാമനെ കണ്ട ഉടനെ തന്നെ വീരയ്ക്ക് ദേഷ്യം വരികയും കുട്ടിക്കാലത്ത് മാമൻ അവളോട് ചെയ്ത ക്രൂരതകളെല്ലാം അവൾ അവിടെ അലറി വിളിച്ച് പറയുകയാണ്. അതോടുകൂടി വീരയ്ക്ക് കുട്ടിക്കാലത്ത് എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ള കാര്യം അച്ഛന് മനസ്സിലായി. എന്നാൽ മാമൻ പറയുന്നതോ അവൾക്ക് ആ ഒരു തീവ്രവാദി തട്ടിക്കൊണ്ടു പോയപ്പോൾ അവളുടെ മാനസിക നില തെറ്റിയെന്ന. എന്നിട്ട് അയാൾ ഇറങ്ങി പോവുകയും ചെയ്തു. പക്ഷേ വീര അച്ഛനോട് പറയുന്നത്, അച്ഛൻ എന്താ എന്നോട് പറയാറുള്ളത്, പുറത്തു പോയാൽ സൂക്ഷിക്കണമെന്നല്ലേ? പക്ഷേ നമ്മൾ പേടിക്കേണ്ട ആളുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ ഈ വീടിനുള്ളിൽ ഒരു ജയിലിൽ കഴിയും പോലെയാ ജീവിച്ചിരുന്നത്. പക്ഷേ ഒരാഴ്ച മഹാബീറിനൊപ്പം ജീവിച്ചപ്പോൾ ഞാൻ എത്ര സ്വാതന്ത്ര്യം അനുഭവിച്ചെന്നോ, ഞാൻ എത്ര സുരക്ഷിതയായിരുന്നെന്നോ, ഞാൻ മഹാബീറിന്റെ അടുത്ത് അത്രയും സേഫ്റ്റി ഞാൻ ഫീൽ ചെയ്തുവെന്നും വീര പറയുന്നു. എന്നിട്ടവൾ പൊട്ടിക്കരയുകയാണ്. അതിനുശേഷം വീര അവിടെ നിന്നും വീട് വിട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ അച്ഛനും അമ്മയും അവളെ തടയുന്നതേയില്ല. എവിടെയൊക്കെ മഹാബീറിനൊപ്പം വീര പോയിട്ടുണ്ടോ അവിടെയൊക്കെ അവൾ പോകുന്നുണ്ട്. എന്നാൽ ഒരു ഘട്ടത്തിൽ കാറിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി വീര മഹാബീറിനെ ഓർത്ത് ഒരുപാട് പൊട്ടിക്കരയും. മഹാബീർ എന്നും അവൾക്കൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ വീര അവിടെ നിന്നും യാത്ര തിരിച്ചു. അവസാനമായിട്ട് മഹാബീറിനൊപ്പം അവൾ ഉണ്ടായിരുന്ന സ്ഥലത്തേക്കാണ് അവൾ പോകുന്നതും. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. വീര ഇപ്പോൾ കാശ്മീരിൽ സ്വന്തമായിട്ട് ഫാക്ടറിയൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. അവിടെ അവൾക്ക് സ്വന്തമായിട്ട് വീടുമുണ്ട്. അവൾക്ക് കൂട്ടിന് ആരും തന്നെയില്ല. സന്തോഷവും സമാധാനവും സ്വാതന്ത്ര്യവും ഒക്കെ വീര അനുഭവിക്കുന്നുണ്ട്. കുട്ടിയായ വീരയ്ക്കൊപ്പം കുട്ടിയായ മഹാബീറും ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുമെന്നൊക്കെ വീര ചിന്തിച്ചു നോക്കുന്നതും കാണിച്ചുകൊണ്ട് കഥ അവിടെ അവസാനിക്കുന്നു.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.